ഇപ്പോൾ ഡോക്ടർ എ ഗോപാലകൃഷ്ണൻ അതിഥിയായി ചേരുന്നുണ്ട്. വളരെ അടുത്തറിയുന്ന വ്യക്തിയാണ് ജാനകി അമ്മയെ. നമുക്ക് അദ്ദേഹത്തോട് സംസാരിക്കാം, അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നമുക്ക് അറിയാം, കേൾക്കാം. സ്വാഗതം ശ്രീ ഗോപാലകൃഷ്ണൻ. ഇന്നലെ മുതൽ നമ്മൾ കുറേയധികം ജാനകി അമ്മയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ചിലർ പാട്ടോർമ്മകൾ പങ്കുവെക്കുന്നു, ചിലർ ആ അമ്മയെക്കുറിച്ച് സംസാരിക്കുന്നു, അമ്മയുടെ മനസ്സിനെക്കുറിച്ച്, ആ സ്നേഹത്തെക്കുറിച്ച് വാചാലയാകുന്നു. താങ്കൾക്ക് ജാനകി അമ്മ ആരായിരുന്നു? ആദ്യം ആ പേര് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് എന്താണ്? ജാനകി അമ്മയായിട്ട് വളരെയധികം അടുപ്പമുണ്ടായിരുന്നു, വളരെ പേഴ്സണലായിട്ട് അടുപ്പമുണ്ടായിരുന്നു. ഒരു കടുത്ത ആരാധകനാണ്. ഒരുവിധം എല്ലാ ഭാഷകളിലുള്ള പാട്ടുകളുടെ ഒരു നല്ലൊരു കളക്ഷൻ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നേരിൽ കാണുക എന്നുള്ളത് ഒരു ദൈവാനുഗ്രഹമായിട്ട് തന്നെയാണ് കരുതിയിരുന്നത്. 2015 തൊട്ട് ജാനകിയമ്മയായിട്ട് പേഴ്സണൽ അടുപ്പമുണ്ട്. വളരെ വീട്ടിൽ ജാനകിയമ്മ ഹൈദരാബാദിൽ താമസിക്കുമ്പോൾ ഒരു 4-5 തവണയെങ്കിലും ഹൈദരാബാദിലുള്ള വീട്ടിൽ എയർപോർട്ടിൽ നിന്ന് കുറച്ച് ദൂരെയുള്ള ഒരു വില്ലയിലാണ് താമസിക്കുന്നത്. ജാനകിയമ്മയുടെ മോനും ജാനകിയമ്മയും കൂടെ താമസിക്കുമ്പോൾ അവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. പാട്ടുകൾ ചോദിക്കാറുണ്ട്. മലയാളത്തിൽ പോപ്പുലറായിട്ടുള്ള പല ഗാനങ്ങളും ജാനകിയമ്മയ്ക്ക് അറിയാം. പക്ഷേ വളരെ റെയറായിട്ടുള്ള ജാനകിയമ്മ മാത്രം ഓർത്തു വയ്ക്കുന്ന മലയാളം പാട്ടുകൾ ധാരാളം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ നല്ല ക്വാളിറ്റിയുള്ള പാട്ടുകൾ അയച്ചു കൊടുക്കാനുള്ള റിക്വസ്റ്റ് ജാനകിയമ്മനെ വിളിച്ച് ചോദിക്കാറുണ്ട്. അതെല്ലാം അയച്ചു കൊടുക്കാറുണ്ട്. റെഗുലർ ഓഫ് ലേറ്റ് മുരളി, അതായത് കിട്ടു എന്നാണ് വിളിച്ചിരുന്നത്, മുരളീകൃഷ്ണ എന്ന് പറഞ്ഞ ഒരേ ഒരു മോൻ മരിച്ചതിന് ശേഷം വളരെയധികം ഓൾമോസ്റ്റ് എല്ലാ ദിവസവും നല്ല രീതിയിൽ തന്നെ സംസാരിക്കുമായിരുന്നു. എന്നെ അവസാനം വിളിച്ചത് 8-ാം തീയതി, ഈ മാസം ജൂലൈ 8-ാം തീയതി ബുധനാഴ്ചയായിരുന്നു. അന്ന് തന്നെ ഞങ്ങൾ, അതായത് ഈ അടുപ്പം കൂടുതൽ വന്നത് ഈ ജാനകിയമ്മയുടെ പേരിലുള്ള ഒരു ബുക്ക്, ഒരു അഭിലാഷ് പുതുക്കാട് എഴുതിയിട്ടുള്ള ഒരു ബുക്ക് എറണാകുളത്ത് ഞാൻ CMFRIയിൽ ഡയറക്ടറായിരിക്കുമ്പോൾ 2015 അവിടുത്തെ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ്. ലോഗോസ് ബുക്സിൻ്റെ ഒരു ബുക്കുണ്ട്, അത് അവിടെ റിലീസ് ചെയ്തു. അന്ന് തൊട്ടാണ് പേഴ്സണൽ അടുപ്പം തുടങ്ങിയത്. ആരാധന എൻ്റെ കുട്ടിക്കാലം തൊട്ടുള്ളതുകൊണ്ട് അവിടെ എല്ലാ പാട്ടുകളുടെയും ഒരു നല്ല കളക്ഷനും ഉണ്ടായിരുന്നു. പക്ഷേ പേഴ്സണലായിട്ട് ഇങ്ങനെ ഒരു അടുപ്പം വന്നത് അങ്ങനെയാണ്. പിന്നെ അത് തന്നെ കിട്ടിയത് ശാരദ ചേച്ചി, എൻ്റെ സിനിമാ നടി ശാരദ ചേച്ചിയുമായിട്ട് ഞാൻ വളരെ ക്ലോസ് ആണ്. അപ്പോൾ ശാരദ ചേച്ചിയും ജാനകി അമ്മയും 63 വർഷത്തെ അടുപ്പമാണ്. അതുവഴിയാണ് ജാനകി അമ്മയുടെ പേഴ്സണൽ നമ്പറൊക്കെ കിട്ടി ഇങ്ങനെ അവരൊരു സർക്കിളിലേക്ക് വന്നത്. പലപ്പോഴും വാട്സാപ്പിൽ ഈ 2 ആഴ്ച മുമ്പ് വരെ വാട്സാപ്പിൽ കോൺഫറൻസ് കോൾസ് വരാറുണ്ടായത്. അത് ഞങ്ങൾ 3 പേരും, ശാരദ ചേച്ചി വിളിക്കും, ജാനകിയും കൂടെ ആഡ് ചെയ്യും, ഞാനും കൂടെ ചേർന്ന് ഒരു 10-20 മിനിറ്റോളം നിങ്ങൾ സംസാരിക്കാറുണ്ടായിരുന്നു. മിക്കവാറും പാട്ടുകൾ കോമൺ ടോക്സ് വന്ന് മലയാളത്തിലാണ് സംസാരിക്കുക, പ്യുവർ മലയാളത്തിലാണ് സംസാരിക്കാറ്. 3 പേര്, അവർ 2 പേരും നന്നായിട്ട് മലയാളം സംസാരിക്കും. ഇന്ന സമയമൊന്നുമില്ല, കോൾ വരുമ്പോൾ ഇങ്ങനെ 2 പേര് കോൺഫറൻസ് കോൾ വരുമ്പോൾ സംസാരിക്കാറുണ്ട്. അപ്പോൾ ഈ 21-ാം തീയതി ശാരദ ചേച്ചിയും ഞാനും കൂടെ ജാനകിയമ്മയുടെ വീട്ടിൽ പോകാനിരുന്നത്. 28 തൊട്ട് 24-ാം തീയതി വരെ ചെന്നൈയിലാണ്. ഇപ്പോൾ ചെന്നൈയിൽ നിന്ന് ശാരദ ചേച്ചിയും കൂടെ എടുത്തിട്ട് ചെന്നൈ മൈസൂർ ഫ്ലൈറ്റിൽ പോകാനിരുന്നതാണ്. അത് ഇപ്പോൾ ഇങ്ങനെയായി, കഷ്ടമായിരുന്നു, വളരെ ഇതായിരുന്നു. അത് മുരളി മരിച്ചതിന് ശേഷം വല്ലാത്തൊരു ഐസൊലേറ്റഡ് ആണ് ഉള്ളൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. ഒരു നവീൻ എന്ന് പറഞ്ഞ ഒരാളാണ്, ഒരു ജാനകിയമ്മയുടെ വളരെ ഇതേപോലെ അടുത്ത ആരാധകനായിട്ടുള്ള നവീൻ എന്ന് പറഞ്ഞ ഒരു ഫേർണിച്ചർ മാർട്ട് നടത്തുന്ന ഒരാളാണ്. നവീനാണ് നോക്കിയിരുന്നത്. അവിടെ ഒരു ഹോം നഴ്സും പിന്നെ ഒരു ആഹാരം ഉണ്ടാക്കാനുള്ള ഒരു സ്ത്രീയും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് മുമ്പേ പോകാനിരുന്നതാണ്. അപ്പോഴാണ് ജാനകിയമ്മയ്ക്ക് മാംഗ്ലൂര്, ജാനകിയമ്മയുടെ ഒരു നീസ് അന്തരവളുണ്ട്, മംഗലാപുരത്തുണ്ട്. അപ്പോൾ മാംഗ്ലൂർ പോയി ട്രാവൽ ചെയ്ത് വന്നേ ഉള്ളൂ. അതിൻ്റേതായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നിരിക്കണം. ആസ്മാറ്റിക്കാണ്. അപ്പോൾ പിന്നെ അതിൻ്റേതായിട്ടുള്ള ചികിത്സകളും ഉണ്ടായിരുന്നു. അതിൻ്റേതായിട്ടുള്ള അതുകൊണ്ടായിരുന്നിരിക്കണം. ഇതേപോലെ ഗാനങ്ങൾ ഏത് പാട്ടുകളും എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പാടുന്നതിൻ്റെ ഒരു ഇത്രയും തീവ്രമായിട്ടും ഏറ്റവും നന്നായിട്ട് ഒരു മലയാളികൾ നന്നായിട്ട് മലയാളം സംസാരിക്കുന്നത്, ഏത് ഭാഷയാവട്ടെ അങ്ങനെയാണെന്നാണ് ജാനകിയമ്മയുടെ കേട്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ജാനകിയമ്മയെ കവിഞ്ഞിട്ട് ഒരു മലയാളം സിംഗർ, ഒരു മലയാള ഗായിക, മലയാള ഭാഷയിൽ പാട്ട് പാടുന്ന ഒരു ഗായിക വേറെ ആരും ജാനകിയമ്മയെ കവിഞ്ഞിട്ടുള്ള ഒരാളും എൻ്റെ ഇതിലില്ല.
അപ്പോൾ പാട്ടുകൾ പലതും, അതായത് ഞാൻ പറഞ്ഞ പലത് പാട്ടുകളും ചോദിക്കാറുണ്ട്. അതെല്ലാം നല്ല ക്വാളിറ്റി വേണമെന്ന് ഭയങ്കര ഇതായിരുന്നു. അതിപ്പോൾ പറയുകയാണെങ്കിൽ ഈ ഏറ്റവും ഒടുവിൽ ചോദിച്ചത് ഒരു കൊച്ചിൻ അലക്സ്, അതുവരെ ഉണ്ട്. കൊച്ചിൻ അലക്സ് എന്ന് പറഞ്ഞ ഒരാൾ ചെയ്ത ഒരു പാട്ടുണ്ടായിരുന്നു, ഒരു പാതിരാ പൂവിൻ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ടായിരുന്നു. അതെല്ലാം അതിൻ്റെ ഫുൾ വേർഷൻ വേണമെന്ന് പറഞ്ഞു. അത് അയച്ചു കൊടുക്കാൻ ചോദിച്ചതെല്ലാം അയച്ചു കൊടുക്കാൻ പറ്റാറുണ്ട്. അത് ഇത് തന്നെ വളരെ ഇതേപോലെ ഞങ്ങളൊരു ഒരു 2-3 പേരുണ്ട്. ഇപ്പോൾ ജാനകിയമ്മയുടെ റെഗുലർ കോണ്ടാക്ട്സ് ഉണ്ടാവുന്ന ജാനകിയമ്മ ഒന്ന് രവി മേനോനുണ്ട്, മാതൃഭൂമിയുടെ ഉണ്ടായിരുന്ന, പിന്നെ മനോരമയുടെ മാംഗോ ചാനലിൽ ഷിജു മാനുവൽ വളരെയധികം ഇതാണ്. പിന്നെ ഗായിക മിനിയുമായിട്ട് ജാനകിയമ്മ, ഞങ്ങൾ കുറച്ച് പേരുമായിട്ട് കൊച്ചിയിലുള്ളവരുമായിട്ട് വളരെ നല്ല കോണ്ടാക്ട്സ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ വേറൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് സൗഹൃദത്തിനെ കുറിച്ചാണ് താങ്കൾ പറഞ്ഞുകൊണ്ടിരിക്കുക. എനിക്ക് തോന്നുന്നു നമുക്കൊരു പാട്ട് കേട്ടിട്ട് ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. അവളുടെ രാവുകൾ, ആ സിനിമ പല കാരണങ്ങൾ കൊണ്ട് പ്രശസ്തമായിരുന്നു. ഒരുപക്ഷെ ആ സിനിമ കാണാത്ത ആളുകൾക്ക് പോലും അതിലെ പാട്ടുകൾ ഹൃദ്യമായിരുന്നു. ഇന്നും അത്രമേൽ അടുപ്പമുള്ള പാട്ടുകളാണ്. അതിന് ഒരൊറ്റ കാരണമേ ഉള്ളൂ, എസ് ജാനകി എന്ന ഗായിക, ആ ശബ്ദം, ആ സ്വരമാധുര്യം. ഞാൻ പറഞ്ഞതുപോലെ ഒരുപക്ഷെ ഈ സിനിമ കാണാത്ത ആളുകൾ ഈ തലമുറയിൽ ഉണ്ടാകുമായിരിക്കും. പക്ഷേ ഈ പാട്ട് കേൾക്കാത്ത ആളുകൾ, ഈ പാട്ടറിയാത്ത ഈ മലയാളികൾ ഉണ്ടോ എന്ന കാര്യം സംശയമാണ്. ഇന്നലെ നമ്മളോട് എസ് ജാനകി വിട വാങ്ങി എന്നറിഞ്ഞ് നമ്മൾ കുറേ അധികം ആളുകളുമായി, അവരുമായി അടുപ്പമുള്ള, അവരുമായി സ്നേഹമുള്ള, സൗഹൃദമുള്ള കുറേ ആളുകളുമായി സംസാരിച്ചു. അതിൽ ഗായകരുണ്ട്, ഗായികമാരുണ്ട്, സംഗീത സംവിധായകരൊക്കെ ഉണ്ടായിരുന്നു. പലരും പാട്ടോർമ്മകൾ പങ്കുവെച്ചപ്പോൾ അതോടൊപ്പം അവരൊരു ചിത്രകാരി കൂടിയാണ് എന്ന ഒരു കൗതുകമുള്ള കാര്യം കൂടി പറഞ്ഞിരുന്നു. അവർ നന്നായി വരയ്ക്കുമായിരുന്നു, ജാനകിയമ്മ നന്നായി വരയ്ക്കുമായിരുന്നു എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമുക്ക് നമ്മുടെ അതിഥി ഡോക്ടർ എ ഗോപാലകൃഷ്ണൻ കുറച്ച് ചിത്രങ്ങൾ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. നമ്മൾ അതാണ് ഇപ്പം സ്ക്രീനിൽ കാണുന്നത്. ഇത് എസ് ജാനകി വരച്ചതാണ് എന്നുള്ളതാണ് എൻ്റെ ബോധ്യം. നമുക്ക് അദ്ദേഹത്തോട് തന്നെ നേരിട്ട് ചോദിക്കാം. ശ്രീ എ ഗോപാലകൃഷ്ണൻ, ഇപ്പം നമ്മൾ കാണുന്ന ഈ ചിത്രങ്ങൾ, ഈ പെയിൻറ്റിങ്സ് ഒക്കെ ജാനകിയമ്മ വരച്ചതാണോ? ഓക്കെ, അതെ, ജാനകിയമ്മ തന്നെ ചെയ്തതാണ്. അത് അത്യാവശ്യം കമ്പ്യൂട്ടർ ഹാൻഡിൽ ചെയ്യാനുള്ള, അതിനകത്തുള്ള ഇത് ചെയ്യാനുള്ള പോർട്രേറ്റ്സ് ആണ് സാധാരണ ചെയ്യാറുള്ളത്. ഒരു വീഡിയോ ഉണ്ട്, ധാരാളം ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് അവർ ഓരോരുത്തരുടെ, അതായത് ഇപ്പോൾ ശാരദ ചേച്ചിയുടെ ശാരദ ചേച്ചിയുടെ ഫോട്ടോസ് എല്ലാം അവർ ചെയ്തിട്ടുണ്ട്. മറ്റുള്ള ഇമേജസ് ഇതിനകത്തേക്ക് വേറൊരു ഇമേജ് നോക്കി അവർ നന്നായി പെയിൻറ്റ് ചെയ്യായിരുന്നു. പിന്നെ പലവർക്കും അതുപോലെ ബി വസന്താമയുടെ പെയിൻറ്റിങ് കൊടുത്തിട്ടുണ്ട്, രവിമേനോൻ്റെ പെയിൻറ്റിങ്സ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഓരോരുത്തരുടെ പോർട്രേറ്റ്സ് ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ അത് തന്നെയല്ല, അത്യാവശ്യം ശ്രീകൃഷ്ണൻ്റെ മുഖമായിട്ട് ചേർന്നിട്ടുള്ള ജാനകിയമ്മയുടെ ഇമേജസ് ഒക്കെ ഉണ്ട്. അത് പാട്ടുകളിലെല്ലാം അത് വീഡിയോ വരെ ചെയ്യുമായിരുന്നു. ഇമേജസ് വെച്ചിട്ടുള്ള ഒരു വീഡിയോ വരെ അവർ പാട്ടുകളിൽ ഇമേജസ് സൂപ്പർ ഇമ്പോസ് ചെയ്തിട്ടുള്ള വീഡിയോസ് വരെ ചെയ്യുമായിരുന്നു. അങ്ങനെ വളരെയധികം ഒരു ഗായിക എന്നുള്ളതിലുപരി അവർ ഹിന്ദിയിൽ ലിറിക്സ് എഴുതുമായിരുന്നു. പിന്നെ ഒരു രാജൻ നാഗേന്ദ്ര എന്ന് പറഞ്ഞൊരു കന്നഡ മ്യൂസിക് ഡയറക്ടറുടെ ഒരു പാട്ട്, അതേ ട്യൂണിൽ തന്നെ ഹിന്ദിയിലേക്ക് അവർ ലിറിക്സ് എഴുതി ഹിന്ദി പാട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ മ്യൂസിക് ഡയറക്ടറും കൂടെ ആയിരുന്നു. അത് വളരെ ഒരു മൾട്ടി ഫേസ്ഡ് ആയിട്ടുള്ള ഒരു കലാകാരി കൂടിയായിരുന്നു ജാനകിയമ്മ, ഒരു ഗായിക എന്നുള്ള രീതിയിൽ അവർ. പിന്നെ ഒരു വളരെ നല്ലൊരു മനുഷ്യ സ്ത്രീ, വളരെ എത്ര സ്നേഹിക്കാൻ മാത്രം, ഒരാളെ പറ്റിയും കുറ്റം പറയാതെ. പിന്നെ പുതിയ ഗായകരുടെ യൂട്യൂബിൽ നിന്നിപ്പോൾ ഒരു ഇവിടെ നിന്നുള്ളൊരു കണ്ണൂരിൽ നിന്നുള്ളൊരു ടീച്ചറുണ്ടായിരുന്നു. ആ ടീച്ചറുടെ പാട്ട് കേട്ടിട്ട് അവരുടെ ഫോൺ നമ്പർ തപ്പിയെടുത്ത് അവരെ കോൺടാക്ട് ചെയ്യണം. വയനാട്ടിൽ താമസിക്കുന്ന ടീച്ചറിൻ്റെ ഫോണിൽ അവർ ജാനകിയമ്മയുടെ പാട്ട് പാടുന്നത് കണ്ടിട്ട് അവരെ പോയി കാണണം. അത് മോൻ മരിക്കുന്നതിന് മുന്നേ ആയിരുന്നു, മുരളി മരിക്കുന്നതിന് മുമ്പായിരുന്നു. അപ്പോൾ മൈസൂരിൽ നിന്ന് വയനാട്ടിൽ പോയി ഇവരെ കാണുന്നുണ്ട്. അപ്പോൾ അതും കൂടെ അങ്ങനത്തെ അതുവരെ അത്ര നല്ല അടുപ്പം മെയിൻറ്റെയിൻ ചെയ്തിരുന്ന നല്ല പുതിയ കാലത്തെ ഗായകന്മാരുമായിട്ട് യൂട്യൂബിലും ഫേസ്ബുക്കിലുള്ള ഗായകന്മാരായിട്ടൊക്കെ ഉള്ള അടുപ്പം വളരെ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്ന ഏറ്റവും ഒടുക്കമുള്ള ജാനകിയമ്മയുടെ അടുത്ത് പോകാൻ ഭാഗ്യം കിട്ടിയത്, മൈസൂർ വീട്ടിൽ പോകാൻ ഭാഗ്യം കിട്ടിയത്, ഒന്ന് മുരളീധരൻ ഷേണായി എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ പാടുന്ന ഒരാളുണ്ട്. മുരളീധരൻ കൊച്ചിക്കാരനാണ്, മട്ടാഞ്ചേരിക്കാരനാണ്. മുരളീധരൻ ഷേണായിക്കാണ്. പിന്നെ നമ്മുടെ മണിച്ചിത്രത്താഴിൽ അഭിനയിച്ചിട്ടുള്ള വിനയ പ്രസാദ് എന്ന് പറഞ്ഞ നടിയുണ്ട്. അപ്പോൾ വിനയ പ്രസാദും മുരളീധരൻ ഷേണായിയാണ് അവസാനം ഒടുക്കം അവരെ ജാനകിയമ്മയെ കണ്ടിരുന്നത്, വീട്ടിൽ വന്ന് മീറ്റ് ചെയ്ത്
ചെയ്തിരുന്നതെന്ന് ജാനകിയമ്മ പറയണ്ടായിരുന്നു. ഏതായാലും നമ്മൾ ആ ഇവിടെ പോകാൻ പെയിന്റിങ്സ് ആണ് ഇപ്പൊ കാണുന്നത്. നമുക്ക് അറിയാത്ത കാര്യങ്ങളാണ്. ഒരു പക്ഷേ അതാണ് കുറേ അധികം അറിയാത്ത കാര്യങ്ങൾ. ഇന്നലെ മുതൽ അത് കേൾക്കാണ്. ഇപ്പം എല്ലാവരും അവരുടെ സ്നേഹത്തെക്കുറിച്ച്, മകൻ മരിച്ചതിന് ശേഷം അവർക്ക് ഒറ്റപ്പെട്ടു പോയി എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. അതിനെക്കുറിച്ച്, ആ വേദനയെക്കുറിച്ചൊക്കെ പങ്കുവെക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാത്ത ജാനകിയമ്മയുടെ ഒരു കാര്യം കൂടി നമ്മൾ അറിയുകയാണ്. നോക്കൂ, ഈ കാണുന്ന പെയിന്റിങ്സ് ഒക്കെ, ഈ ചിത്രങ്ങളൊക്കെ ജാനകിയമ്മ വരച്ചതാണ്. അത് പലർക്കും അവർക്ക് പ്രിയമുള്ള അവരുടെ സുഹൃത്തുക്കൾക്ക്, അവരുടെ ബന്ധുക്കൾക്കൊക്കെ സ്നേഹസമ്മാനമായി കൈമാറിയത് കൂടിയാണ്.